നമസ്കാരം. നമസ്തേ. ഇറാൻ അമേരിക്ക യുദ്ധം വലിയ തരത്തിലോട്ട് പോവുകയാണ്. ഇപ്പം ഏറ്റവും അവസാനമായിട്ട് ഇറാൻ അമേരിക്കക്ക് പരസ്യമായ ഭീഷണി കൊടുക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിച്ച് അമേരിക്ക തിരിച്ചു പോയില്ല എന്നുണ്ടെങ്കിൽ, അല്ല ഇനി അമേരിക്ക ഏതെങ്കിലും തരത്തിൽ കരയാക്രമണത്തിന് തയ്യാറാവുകയെന്നുണ്ടെങ്കിൽ വലിയ തരത്തിൽ തിരിച്ചടി നൽകുമെന്നും ബഹ്റൈനെയും കുവൈത്തിനെയും ഇറാൻ ആക്രമിക്കുന്നുള്ള തരത്തിലൊക്കെ വലിയ തരത്തിലുള്ള കാര്യങ്ങൾ ഇറാൻ പറയുന്നുണ്ട്. അപ്പം കാര്യങ്ങളുടെ പോക്ക് കൈവിട്ടു പോകുന്ന രീതിയിലാണോ ഇനി അമേരിക്ക ഇത് എന്താ പറയാ, ഓൾറെഡി ട്രംപിന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സെനറ്റിലും സിൻഡിക്കേറ്റിലൊക്കെ ട്രംപിനെതിരെയുള്ള പ്രമേയങ്ങൾ പാസ്സാകുന്നുള്ള കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പം ട്രംപ് ഇതിൽ നിന്ന് പിന്മാറാനാണോ ചാൻസ്, അതല്ല അമേരിക്ക ഇനി രണ്ടും മുതിർന്ന ഒരു കരയുദ്ധത്തിന് തയ്യാറാകുമോ? എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? ട്രംപിന് ഈ യുദ്ധത്തിൽ നിന്നും അങ്ങനെ വെറുതെ പിന്മാറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത്തെ വിഷയം, യുദ്ധത്തിൽ വലിയ രീതിയിൽ ഇറാൻ അനുകൂലമായ രീതിയിലുള്ള ആയിരുന്നു ആ ഒരു കരാറ്. ഇരു രാജ്യങ്ങളും തമ്മിൽ എത്തിച്ചേർന്ന കരാറെന്നുള്ള ഒരു പരാതി ഇപ്പോൾ തന്നെ നിലനിൽക്കുന്നുണ്ട്. അമേരിക്കയിൽ അത് ട്രംപിന് മാത്രമല്ല റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് തന്നെ ഒരു വലിയ തിരിച്ചടിയായി. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്ക തന്ത്രപൂർവ്വം യുദ്ധം നിർത്തിയതായിട്ട് ഭാവിച്ചുകൊണ്ട് വീണ്ടും യുദ്ധം പുനരാരംഭിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായിരുന്നു. അതുതന്നെയാണ് കരാർ ഒപ്പിട്ടതിന് ശേഷം സംഭവിച്ചിരിക്കുന്നത്. ഈ ചർച്ചകളുടെ ഒക്കെ നമ്മുടെ ഈ ചാനലിൽ ചർച്ച തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ ആദ്യമേ തന്നെ മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, ഇതൊരിക്കലും അങ്ങനെ ഒരു ദിവസം കൊണ്ടൊന്നും തീരാൻ പറ്റുന്ന പ്രശ്നങ്ങളല്ല. കാരണം ഇതില് അമേരിക്കയും ഇസ്രായേലും മാത്രമല്ല കക്ഷികൾ, ഇതിൽ ഗൾഫ് ഈ യുദ്ധത്തിൽ ഒരു വലിയ കക്ഷിയാണ്. ഈ യുദ്ധം യഥാർത്ഥത്തിൽ ഇറാനും ഗൾഫും തമ്മിലൊക്കെ നിലനിൽക്കുന്ന അന്തർലീനമായ വൈരുദ്ധ്യങ്ങൾ. അതുകൊണ്ടാണല്ലോ ഇപ്പോ ഇറാൻ ഏറ്റവും ഒടുവിൽ മുഴക്കിയിരിക്കുന്ന ഭീഷണി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇസ്രായേലിനെതിരെ അല്ല ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഇറാനിലെ ഹാർഡ് ലൈനർ അങ്ങനെ പറയപ്പെടുന്ന വിഭാഗത്തിന്റെ നേതാവായ അഹമ്മദ് ആർദസ്താനി, അദ്ദേഹം MP ആണ്. അദ്ദേഹം ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് ഇറാനിലേക്ക് അമേരിക്കയുടെ കാലാൾപ്പട എത്തിയാൽ ഇറാൻ കുവൈത്തും ബഹ്റൈനും പിടിച്ചെടുക്കും എന്നാണ്. സദാം ഹുസൈൻ പണ്ട് കുവൈത്ത് പിടിച്ചെടുത്തതുപോലെ ഈ രണ്ട് രാജ്യങ്ങളും ഇപ്പോൾ ഇറാന്റെ ഭീഷണിയിലാണ്. അത് ഒരു ചെറിയ ഭീഷണിയാണെന്ന് എനിക്ക് തോന്നുന്നു. കുവൈത്ത് പിടിച്ചെടുക്കാൻ ഇറാന് അതിൻ്റെതായ കാരണങ്ങളുണ്ടാവും. ഇപ്പോ ബഹ്റൈൻ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഉള്ള ഒരു നേട്ടമെന്നത് സൗദിയിൽ നിന്ന് നേരിട്ട് സൗദിയിൽ നിന്ന് UAE പലപ്പോഴും വരുന്ന ഹൈവേയും എല്ലാം തന്നെ ഈ ബഹ്റൈൻ സൗദി ലിങ്ക് റോഡാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബഹ്റൈൻ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ സൗദിയെ അവിടെ തടയിടുകയാണ്. അതാണ് ഏറ്റവും വലിയ അതിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു കാര്യം. കുവൈത്തും ബഹ്റൈനും വലിയ സൈനിക ശേഷിയൊന്നുമില്ലാത്ത രാജ്യമാണ്. എന്റെ നോട്ടത്തിൽ ഇറാന് കുവൈത്ത് പിടിക്കാൻ ഒരാഴ്ച പോലും വേണ്ട. ഒരാഴ്ചക്കുള്ളിൽ കുവൈത്ത് പിടിച്ചെടുക്കാൻ പറ്റും ഇറാൻ. പണ്ട് സദാം ഹുസൈൻ അങ്ങനെ ചെയ്തതാണ്. അപ്പോ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുവൈത്ത് വലിയ സമ്പന്നമായ ഒരു രാജ്യം. ആ സമ്പത്ത് മുഴുവൻ ഇറാന്റെ കൈവശം വരും. ഇപ്പുറത്ത് ബഹ്റൈൻ പിടിച്ചെടുക്കുന്നതിന് ഞാൻ ആദ്യം പറഞ്ഞ സൗദിയെ ഒതുക്കുന്ന ഒരു തന്ത്രമുണ്ട്. അത് മാത്രവുമല്ല, ബഹ്റൈൻ മനാമ പോർട്ട് എന്ന് പറയുന്ന അമേരിക്കയുടെ 5ാം കപ്പൽപ്പടയുടെ മിഡിൽ ഈസ്റ്റിലെ ആസ്ഥാനം. അതോടുകൂടി അമേരിക്കയ്ക്ക് അവിടെ പിടിച്ചിരിക്കാൻ പറ്റാതെ. അപ്പോ ഈ രണ്ട് രാജ്യങ്ങളും ഭീഷണിയുടെ നിഴലിലാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇത് മൊത്തത്തിൽ ഗൾഫ് മിഡിൽ ഈസ്റ്റിന്റെ ഒരു ചിത്രം മാറ്റി വരയ്ക്കും. ഇവിടെ ബഹ്റൈനെ സംബന്ധിച്ച് ഉള്ള വേറൊരു പ്രത്യേകത, ഏതാണ്ട് 30% ജനങ്ങൾ ഷിയാക്കളാണ്. ബഹ്റൈനിൽ ഷിയാകളും സുന്നികളും തമ്മിൽ നിരന്തരമായ സംഘർഷമുണ്ട്. കുവൈത്തിൽ അങ്ങനെയില്ല, കുവൈത്ത് സുന്നി രാജ്യമാണ്. അപ്പോ ബഹ്റൈൻ പിടിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും അത് വേറൊരു വംശീയ അല്ലെങ്കിൽ ഒരു സെക്ടേറിയൻ സംഘർഷത്തിലേക്കൂടെ വീണ്ടും ചെല്ലും. അപ്പോ ഈ വിശ്വാസത്തിന്റെ നേർത്ത അതിർവരമ്പുകളുണ്ട്. ആ നേർത്ത അതിർവരമ്പുകൾ പോലും സംഘർഷത്തിന് കാരണമാവുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ഇപ്പൊ യഥാർത്ഥത്തിൽ സുന്നി വിശ്വാസം അല്ലെ ജൂറിസ്പ്രൂഡൻസ് പിന്തുടരുന്ന സൗദിയുടെ ഒരു സ്വാധീനത്തിൽ നിന്ന് പല ചെറിയ വ്യത്യാസങ്ങളോടെയുള്ള വിശ്വാസക്രമങ്ങളുള്ള UAE-യിലും സുന്നി വിശ്വാസം തന്നെ ആണെങ്കിലും ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങളുള്ള UAE, അതുപോലെ ഇബാദി എന്ന വ്യത്യസ്തമായ ഒരു ജൂറിസ്പ്രൂഡൻസ്
പിന്തുടരുന്ന ഒമാന്, ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ഇത് വേറെ വല്ലാത്തൊരു സംഘർഷത്തിലേക്ക് കൊണ്ടെത്തി. അതായത് ഒരു കരയുദ്ധം ഒഴിവാക്കാൻ ഇറാൻ ഏതറ്റം വരെയും പോകും എന്നുള്ളതിന്റെ കൃത്യമായ ഒരു മുന്നറിയിപ്പാണ് ഇറാന്റെ MP ആയിട്ടുള്ള അഹമ്മദ് ആർദസ്താനി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതായത് ഗൾഫ് നാളെ ഛിന്ന ഭിന്നമായാലും ശരി, മിഡിൽ ഈസ്റ്റിൽ സമാധാനം ഇനി വന്നില്ലെങ്കിലും ശരി, ഇവിടെ അമേരിക്ക കീഴടക്കാൻ പോകുന്നത് ഒരു ഛിന്ന ഭിന്നമായ ഒരു പ്രദേശത്തെയായിരിക്കും. നിരന്തരമായ യുദ്ധങ്ങളും സംഘർഷങ്ങളും ആയിരിക്കും അവിടെ ഉണ്ടാകാൻ പോകുന്നത്. നൂറുകണക്കിനല്ല, ആയിരക്കണക്കിന് അമേരിക്കൻ ഭടന്മാർ കൊല്ലപ്പെടും. ഇതൊക്കെ ഒരു വല്ലാത്ത മുന്നറിയിപ്പാണ്. ഈ അഹമ്മദ് ആർദസ്താനി മുന്നോട്ട് വെച്ച ഒരു കാരണം മുഖ്യമായിട്ടും അമേരിക്ക വാഗ്ദാനം ചെയ്തിരുന്നത് ഹോർമുസിൽ ഇറാന്റെ മേൽക്കോയ്മ അനുവദിക്കും എന്നാണ്. പക്ഷെ ഇപ്പോൾ അമേരിക്ക പെട്ടെന്ന് അതിൽ നിന്നും പിന്മാറിയിരിക്കുന്നു. മാത്രമല്ല, അഹമ്മദ് ആർദസ്താനിയുടെ മറ്റൊരു പ്രസ്താവന കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് അതീവ ഗൗരവതരമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ആ പ്രസ്താവന എന്താണ്? അതായത് ഹോർമുസിന് ബദലായുള്ള മറ്റു മാർഗങ്ങൾ വികസിപ്പിക്കുന്നത് ഇറാന് ഒട്ടും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതായത് നിങ്ങളെല്ലാം ഇതുവഴി പോവുകയും ചെയ്യണം, നിങ്ങൾ മറ്റു വഴി കൂടെ പോകാനും പാടില്ല, ഇതുവഴി പോയാൽ ഞാൻ കാശ് പിരിക്കുമെന്നുള്ള വല്ലാത്ത ഒരു കടുംപിടുത്തത്തിലേക്ക് ഇറാൻ മാറിയിരിക്കുകയാണ്. അത് വേറൊരു തരത്തിൽ തീർച്ചയായിട്ടും ഒരിക്കലും ഗൾഫിന് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. കാരണം ഗൾഫിന്റെ എണ്ണ ശരി ഹോർമുസിലൂടെ കൊണ്ടുപോകുന്നതിന് നീ തിരിച്ചോ ചുങ്കം, പക്ഷെ മറ്റു രീതിയിൽ ഞങ്ങളുടെ എണ്ണ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ സാങ്കത്യം എന്താണ്? ഇവിടെ മുഖ്യമായിട്ടും ഇറാൻ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് UAE ഫുജൈറ പോർട്ട്. ആ ഫുജൈറ പോർട്ടിൽ വരുന്ന കപ്പലുകൾക്ക് ഗൾഫ് ഓഫ് ഹോർമുസ് കടലിടുക്ക് ഒഴിവാക്കാം. നേരിട്ട് ഒമാൻ കടലിലേക്കാണ് അത് പോകുന്നത്. അതുപോലെ തന്നെ ഒമാന്റെ തുറമുഖങ്ങളായിട്ടുള്ള ദുഃഖും, സലാല, സൊഹാർ, ഈ മൂന്ന്, അതിൽ സലാല ഒരു ദുഃഖും ഡീപ് സീ പോർട്ടുകളാണ്, വലിയ കപ്പലുകൾക്ക് അടുക്കാൻ പറ്റുന്ന പോർട്ടുകളാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് അവരുടെ പോർട്ട് വികസിപ്പിക്കാനും ഇറാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിലേക്കാണ് ഇറാന്റെ യഥാർത്ഥ മുഖം ഇപ്പോൾ വെളിയിൽ വന്നിരിക്കുന്നത്. അതൊരു വല്ലാത്ത ഒരു നിലപാടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഹോർമുസിലൂടെയുള്ള വ്യാപാരത്തിലൂടെ ഗൾഫിനെ മുഴുവൻ നിയന്ത്രിക്കുകയാണ് തങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം എന്ന ഒരു സത്യം ഇറാൻ ഇപ്പൊ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇത് ഗൾഫിന് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ പറ്റില്ല. ഗൾഫ് സ്വാഭാവികമായിട്ടും ഈ ഒരു തിരിച്ചറിവ് ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം അവര് ഇസ്രായേലുമായിട്ട് പോലും സഖ്യമുണ്ടാക്കി നേരിട്ട് ഇറാനും ഗൾഫും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ മാറുമോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ MP അഹമ്മദ് ആർദസ്താനി പറഞ്ഞിരിക്കുന്നത് വേണമെങ്കിൽ അമേരിക്കയ്ക്ക് ഖാർഗ് ദ്വീപ് അമേരിക്ക ഒരുപക്ഷെ പിടിച്ചെടുക്കുമായിരിക്കും, പക്ഷെ അത് നിലനിർത്താൻ അമേരിക്കയ്ക്ക് സാധിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ചെങ്കടലിലേക്കുള്ള ബാബ് എൽ മന്ദീബ് എന്ന തുറമുഖം സൗദിയുടെ, അവിടെയും ഫുജൈറയിലും ഒക്കെ തന്നെ ഇറാന്റെ മിസൈലുകൾക്ക് നിസ്സാരമായിട്ട് എത്തിച്ചേരാം എന്നാണ് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ഹുതികൾ ചെങ്കടലിൽ ഇവിടെ പോകുന്ന കപ്പലുകളെ ആക്രമിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ യുദ്ധം ഉടനെയൊന്നും അവസാനിക്കുന്ന ലക്ഷണമില്ല. യുദ്ധത്തിന്റെ ഒരു നീതി മാറും. അതുപോലെ തന്നെ സമാധാനം പെട്ടെന്ന് സാധ്യമാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ വിലയിരുത്തലിൽ മിഡിൽ ഈസ്റ്റ് വീണ്ടും അശാന്തിയുടെ കയങ്ങളിലേക്ക് മുങ്ങിപ്പോകാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഈ ഹോർമുസ് കടലിടുക്ക് ഇറാന് അതിനുമേലുള്ള ആധിപത്യം വേണമെന്നുള്ള വാശി ഗൾഫിനെ ഈ യുദ്ധത്തിലെ ഒരു നേരിട്ടുള്ള പങ്കാളിയാക്കി തന്നെ മാറ്റും എന്നും ഞാൻ വിലയിരുത്തുന്നുണ്ട്. ഈ ഒരു പിടിവാശിയിൽ നിൽക്കുകയാണെങ്കിൽ ചൈനയെ പോലുള്ള, ഇപ്പൊ ഇന്ത്യയും ചൈനയെ പോലെയൊക്കെയുള്ള രാജ്യങ്ങൾ ഇതുവരെ ഒരു വലിയ രീതിയിൽ നിഷ്പക്ഷമായിട്ട് നിൽക്കുകയാണ്. പക്ഷെ അവരൊക്കെ തന്നെ പൂർണ്ണമായിട്ടും ഇറാൻ എതിരാവാനാണ് സാധ്യത. ഊർജ സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിൽ ഗൾഫും ഇന്ത്യയും തമ്മിൽ ഇപ്പോൾ തന്നെ സമുദ്രത്തിലൂടെയുള്ള അടിയിലൂടെയുള്ള കുഴലുകൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഊർജ സംരക്ഷണത്തിനായിട്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ യുദ്ധം
പുതിയ ചില സമവാക്യങ്ങൾ മിഡിൽ ഈസ്റ്റിൽ കൊണ്ടുവരാനുള്ള സാധ്യത പോലും ഇപ്പൊ തെളിയുകയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനിലെ നിലനിൽക്കുന്ന ഷിയ ഭരണകൂടത്തിന് അവരുടെ മേൽക്കൈ നഷ്ടപ്പെടാതിരിക്കാനും ഭരണം അവിടെ നഷ്ടപ്പെടാതിരിക്കാനുമുള്ള ശ്രമമാണെന്ന് ആണ് സൂചിപ്പിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഖമനയുടെ വിലാപയാത്രക്കിടയ്ക്ക് പ്രസിഡന്റ് പെഷസ്കിയാന്റെ എതിരെയുള്ള മുദ്രാവാക്യങ്ങളൊക്കെ അവിടെ ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. ഇറാനിലെ മിതവാദികളും തീവ്ര വിഭാഗക്കാരും തമ്മിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ ചിലപ്പോൾ എത്താം. ഭരണകൂടത്തിനെതിരെ അട്ടിമറി നടത്തിയിട്ട് തീവ്ര വിഭാഗക്കാർ ഭരണം പിടിച്ചെടുക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആഭ്യന്തര സംഘർഷത്തിലേക്ക് വീണാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ആഗ്രഹിക്കുന്ന അതുതന്നെയാണ്. ആഭ്യന്തര സംഘർഷം പരസ്പരം പോരടിക്കുന്ന ഇറാൻ വന്നു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ഇറാന് അത് വലിയ തിരിച്ചടിയായിരിക്കും. വരും കാലങ്ങളിൽ അത് വീണ്ടും മിഡിൽ ഈസ്റ്റിൽ പുതിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും സൃഷ്ടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കൂടുതൽ വിശകലനങ്ങളുമായിട്ട് വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലെത്താം. ഒരിക്കൽ കൂടി നമസ്കാരം.